ഹലോ ഗൈസ്, ഇതിൻ്റെ എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതൊരു ഫുൾ വ്ളോഗാണ്. ഇതെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഗൈസ്, ഞാൻ ഇന്ന് എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. ഇന്ന് ഞാൻ ക്ലാസ്സിന് പോയിട്ടില്ല. ഫ്രൈഡേ സ്കൂളിൽ ഇപ്പോൾ റിവിഷൻ നടക്കുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്നിട്ട് സ്റ്റഡി ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സമ്മതിപ്പിച്ച് ലീവ് എടുത്തത്. സ്റ്റഡി ഒഴിച്ച് ബാക്കി എല്ലാതും നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്റ്റഡി മാത്രം എൻ്റെ നടക്കില്ല. എന്തായാലും ലീവ് എടുത്തതല്ലേ, കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് കരുതി. ഇന്ന് ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് തന്നെ നല്ല ലേറ്റ് ആയിട്ടാണ് ഞാൻ എണീറ്റത്. അപ്പോൾ ചായയൊക്കെ കുടിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്തായാലും അവിടെ നിന്ന് കണ്ടുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷത്തിലേക്ക് പോവാം. ഞാൻ ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ പുതപ്പൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നാൽ ചില സമയത്ത് ഞാൻ മടക്കി വയ്ക്കാറില്ല. നല്ല നേരം വൈകിട്ടാണ് ഞാൻ എണീക്കുക. ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് മടക്കി വയ്ക്കേണ്ട ഓർമ്മയൊന്നും ഉണ്ടായിരിക്കില്ല. വേഗം എഴുന്നേറ്റ് ഓടും കേട്ടോ. ഇന്നെന്തായാലും ക്ലാസ്സിന് പോകാത്തതുകൊണ്ട് കുറച്ച് അധികം നേരം കിടന്നുറങ്ങണമെന്ന് കരുതിയതാണ്. പക്ഷെ എൻ്റെ കൂടെ വരുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എൻ്റെ ക്ലാസ്സിലത്തെ ഒരു കുട്ടിയാണ്. അവൾ വന്നപ്പോൾ എൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ വിളിച്ചു കേട്ടോ. അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അധിക സമയം ഉറങ്ങാനൊന്നും കിട്ടിയില്ല. എങ്കിലും ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റത്. എന്നത്തേനേക്കാളും കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ കരുതി റൂം എന്തായാലും നല്ല ക്ലീനാക്കി ഇടാമെന്ന് കരുതി പുതപ്പൊക്കെ മടക്കി വെച്ചു കേട്ടോ. ഇത് അച്ഛൻ കൊടുത്തിട്ടുണ്ടായിരുന്ന പിസ്തയാണ്. നമ്മളെ തോട് പൊളിക്കുന്ന പിസ്തയാണല്ലോ നമുക്കിഷ്ടം. പക്ഷേ ഇത് തോടൊന്നും പൊളിക്കണ്ടല്ലോ, എളുപ്പമാണല്ലോ എന്ന് കരുതിയിട്ട് ഹാപ്പി ആയിട്ടൊക്കെ കേട്ടോ ഞാൻ പൊട്ടിച്ചത്. പക്ഷെ സംഗതി കാണുന്ന പോലെയൊന്നുമല്ല. അധികം ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഉപ്പ് കുറവായ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ അതുമത്തെ തോടുമത്തെ ഉപ്പൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഇത് ഭയങ്കര കുറവാണ്. പിന്നെ അത് പൊട്ടിച്ചിട്ട് പാക്കറ്റിൽ ഇട്ട് വെച്ചു കേട്ടോ. ഇത് പെട്ടെന്ന് തണുത്ത് പോയാൽ ടേസ്റ്റ് കുറവായിരിക്കുമല്ലോ. അപ്പം ഞാൻ പാക്കറ്റിൽ പൊട്ടിച്ചിട്ട് അതിലിട്ട് വെച്ചു. എനിക്ക് സംഗതി ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇത് തീരാൻ പാടൊന്നുമില്ല. എൻ്റെ ഏട്ടൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചാൽ തീരാവുന്നുള്ളൂ. എങ്കിലും എനിക്ക് അധികം അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കുളിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ ഭയങ്കര ലേറ്റ് ആയിട്ടോ കുളിക്കാൻ. അപ്പം മുടി ചിക്കാർക്കാന്ന് കരുതി ഞാൻ മുടി ഇപ്പോഴേ നനവിൽ തന്നെ കെട്ടാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. അതുമൊക്കെ കെട്ടൊക്കെ പോവും. ഞങ്ങൾക്കിതൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പം അതിന് പോകുമ്പോഴത്തേക്കും മുടിയൊക്കെ നല്ല സെറ്റായി കിട്ടണം കേട്ടോ. ഹെയർ ഡ്രൈനർ മേടിക്കണമെന്നുണ്ട്, പക്ഷെ മേടിച്ചിട്ടൊന്നുമില്ല, മേടിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ കെട്ടാർക്കാന്ന് കരുതി. ഇതെൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. ഫുൾ ലോങ് വീഡിയോ ആണ് കേട്ടോ. അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, കുറവുകളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. പിന്നെ എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ആർക്കാലും ഇഷ്ടം ഉണ്ടാവാതിരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അച്ഛൻ കൊടുന്ന ടോബ്ലറോൺ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കാമെന്ന് കരുതി ഞാൻ. അപ്പോൾ അതെടുത്തു. ഗൈസ്, ടോബ്ലറോണാണ് ചോക്ലേറ്റ്. അച്ഛൻ വരുമ്പോൾ കൊടുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു യെല്ലോ പാക്കിങ്ങിലുള്ളതുണ്ട്. അതാണ് ഇതൊന്നുകൂടെ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും കഴിച്ചു നോക്കാം. ടേസ്റ്റ് കേട്ടോ ഗൈസ്, അടിപൊളി തന്നെയാണ്. നല്ല ചോക്ലേറ്റും ആണല്ലോ, അടിപൊളിയാണ്. സ്റ്റഡി ലീവ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ലീവ് എടുത്തത്. പക്ഷെ സ്റ്റഡി മാത്രം നടക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാനത് എടുത്തിട്ട് നോക്കിട്ടോ. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് ദിയയുടെ പണിയാണ് കേട്ടോ. ടെസ്റ്റിലിങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കില്ലേ. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചിത്രമൊക്കെ ആയിട്ട് അവൾ വരച്ച് വെക്കുക. നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓർക്കായിരുന്നു ഞാൻ. ഈ ഓർക്കൽ തന്നെയുള്ളൂ, പഠിക്കൽ നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. വെറുതെ ബുക്ക് തുറന്നിരിക്കില്ല പണി. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പഠിക്കാൻ ലീവ് എടുത്താൽ പഠിക്കലൊഴിച്ച് എല്ലാതും നടക്കും. പഠിക്കാനേ തോന്നുന്നില്ല, മടിയാണ്, ഒട്ടും പഠിക്കാൻ തോന്നുന്നില്ല. വരുന്ന ചൊവ്വാഴ്ച എനിക്ക് പ്രീ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 5 പാടാണ്, ആദ്യത്തെ 5 പാടാണ് എക്സാമിനുള്ളത്. പഠിക്കാൻ തോന്നുന്നില്ല. ഈ പരീക്ഷയിൽ ഞാൻ പൊട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്തായാലും ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചീത്ത കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു കേട്ടോ. ഹിസ്റ്ററിയാണ് ഞാൻ ആദ്യം പഠിക്കാൻ എടുത്തത്. ഫസ്റ്റത്തെ എക്സാം ഹിസ്റ്ററി ആയിരുന്നു കേട്ടോ. എനിക്ക് പഠിച്ചിട്ടും എവിടെ എത്താത്ത പോലെയാണ് കേട്ടോ തോന്നുന്നത്. ക്രിസ്മസ് എക്സാം എനിക്ക് എഴുതാൻ പറ്റിയിട്ടില്ല, കാലിന് വയ്യാത്തത് കൊണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഇരട്ടിയാണ് ഞാനിപ്പോൾ പഠിക്കുന്നത്. പിന്നെ ഉച്ച നേരമായപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരികയാണ് കേട്ടോ. മീൻ വറുത്തതുണ്ട്. ഈ മീൻ ഞാൻ കഴിക്കില്ല കേട്ടോ. എനിക്ക് മീൻ വറുത്ത കഴിക്കാനൊക്കെ ഒരു മൂഡാണ്. പിന്നീട് ഞാൻ മീൻ വറുക്കാനൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തായാലും ഓംപ്ലേറ്റ് അമ്മ ഉണ്ടാക്കി തന്നു. ചോറും മോരുകറിയും പിന്നെ ഓംപ്ലേറ്റും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ ഇരിക്കുന്ന ദിവസം നല്ല വിശപ്പുണ്ടായിരുന്നു. മോരുകറി ഇന്നത്തെ എനിക്ക് അധികം ഇഷ്ടമായില്ല കേട്ടോ. അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു. ഇന്നെന്തോ എനിക്ക് കറി അധികം ഇഷ്ടപ്പെടുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറും മതിയാക്കുകയൊക്കെ ചെയ്തു കേട്ടോ.
എനിക്കെന്തോ കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങാത്ത പോലെയൊക്കെ തോന്നി. ഞാൻ സാധാരണ ലഞ്ചിന് സ്കൂളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ കൊണ്ടുപോകാറ്. ചോറ് പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ പറ്റാറില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ചോറ് കൊണ്ടുപോകാറില്ല. പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ, മീൻ വറുത്തതൊക്കെ ഉണ്ടാവും. ഇന്നെന്തോ എനിക്ക് ചോറ് ഇറങ്ങിയില്ല. അപ്പം അതിങ്ങനെ ഇരുന്ന് കഴിക്കുന്നു എന്ന് തന്നെ ഉള്ളൂ. ഇന്ന് തൈരും എടുത്തില്ലേ, മോരുകറി ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറ് ഞാൻ എന്തായാലും മതിയാക്കി. പിന്നെ അച്ഛൻ വന്നപ്പോൾ എയർ ഫ്രയർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അച്ഛൻ മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാണ്. ഇതെനിക്ക് പഠിപ്പിച്ച് തരികയാണ് കേട്ടോ. ഇതെനിക്ക് കുറച്ച് കഴിഞ്ഞ് ഓർമ്മയൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഞാൻ കുറച്ച് നേരം നോക്കി അത് കണ്ടു കേട്ടോ. ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റതാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റഡി ലീവ് ഒഴിച്ച് ബാക്കി എല്ലാതും നടക്കും, സ്റ്റഡി ലീവ് മാത്രം നടക്കില്ല. നമ്മളെ വീടിൻ്റെ ഇവിടെ ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഭയങ്കര പൊടിയാണ്. റോഡ് അടിക്കുമ്പോഴൊക്കെ ഉമ്മറത്തെ തിണ്ണയൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയധികം ചളിയാണ്. ഡ്രസ്സൊക്കെ അയലിട്ടാൽ പിന്നെ പറയേ വേണ്ട, അത് പൊടിയിലങ്ങ് കുളിക്കും. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ റോഡ് ടാറിടൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മ ഞങ്ങളെ കാർ ഷെഡൊക്കെ ഇങ്ങനെ വെള്ളമടിച്ച് നല്ല ക്ലീൻ ആക്കുക കേട്ടോ. ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് റോഡ് കാണാൻ. അധികം വീതിയില്ല കേട്ടോ, വീതി കുറവാണ്. എങ്കിലും നിറയെ കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. വണ്ടിയൊന്നും പോകാൻ തീരെ പറ്റിയിരുന്നില്ല. ഇപ്പം എന്തായാലും അത് ശരിയാക്കി എടുത്തു കേട്ടോ. ഈവനിങ് നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ കുടിക്കാമെന്ന് കരുതി കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്കൊരു ഫങ്ഷൻ ഉണ്ട്. അപ്പോഴത്തേക്കും പോകുമ്പോഴത്തേക്കും ഇതൊക്കെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായയൊക്കെ കുടിച്ചു. ഞാനിന്ന് ഓവർ ലേറ്റ് ആണ് കേട്ടോ. ഞാൻ എവിടെ പോവാനും ഞാൻ എന്നും ലേറ്റാണ് കേട്ടോ. ഗൈസ്, നമുക്ക് ഇന്നലെ എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിന് വേണ്ടി പോവാൻ റെഡി ആവുകയാണ് ഗൈസ്. നമ്മൾ ഫൈനലി റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. ഞാനൊരു ചുരിദാറാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഫുൾ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഫംഗ്ഷന് പോകുന്ന റീൽ എടുക്കുന്നുണ്ട്. അതൊരു ഷോർട്ട് വീഡിയോ പോലെയാണ് കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു.